ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോസ് ടോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നൊരു ഓണം സാരി DIY ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഡിസൈൻ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രാണയിലെ പൊട്ടുസാരിയുടെ ആ ഒരു സംഭവമാണ്. നമ്മൾ ആ ഒരു ഡിസൈൻ നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഡിസൈനാണ് നമ്മൾ ഇന്ന് DIY ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഴയ ഒരു സെറ്റ് സാരി പ്ലെയിൻ ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ട്, അമ്മയുടെ ആട്ടോ. എന്നിട്ട് നമ്മൾ പെയിന്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പം നമ്മളിത് DIY ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഡിസൈനും കാര്യങ്ങളും ഒക്കെ അവരുടെയാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ പഴയ സാരിയിലാണ് ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിസൈൻ നമ്മൾ റിക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലാസ്റ്റ് സ്കിപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളിവിടെ കുറച്ച് പൊട്ടസാരിയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പല ഇതിലുള്ള ക്യാപ്പുകൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ ക്യാപ്പും പിന്നെ അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ ക്യാപ്പാട്ടോ. പിന്നെ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, റെഡ് കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, ഒരു 3D ഔട്ട്ലൈനർ ഗോൾഡൻ കളറിൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3D ഔട്ട്ലൈനർ റെഡിൻ്റെ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പഴയ ഷീറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആ ഒരു പഴയ സാരിയും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാരിയിലാണ് നമ്മൾ ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും, പിന്നെ ഒരു പ്ലേറ്റും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പെയിൻറ്റൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാരി ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാരി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ടേബിളിൽ അടിയിൽ ഷീറ്റൊക്കെ വെച്ചിട്ട് സാരി ഇങ്ങനെ നിവർത്തി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ സാരി നിവർത്തി ഇങ്ങനെ ഇട്ടിട്ട് ഇതിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് നേരം എടുക്കുമെന്ന് തോന്നുന്നു. ഇതിങ്ങനെ കാണാൻ പൊട്ടാണെങ്കിൽ പോലും കറക്റ്റായിട്ട് ആ ഒരു വട്ടത്തിൽ നമുക്ക് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാരി നിവർത്തി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ കട്ടിലയിലൊക്കെ നിവർത്തിയിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എനിക്കിപ്പോൾ അത് പറ്റാത്തത് കൊണ്ട്, അധികം സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിലെ തന്നെ ഷീറ്റ് വിരിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ ഒരു ടൈപ്പാണ് എടുക്കുന്നത്. ഈ ഒരു ഇതെടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ ആ ഒരു ഇതാണ് ഞാൻ എടുക്കുന്ന ഇതെന്ന് പറഞ്ഞേക്കുന്നത്, എന്തുവാ പെയിൻ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഈ പെയിൻറ്റ് ഞാനിങ്ങനെ കമത്തും കേട്ടോ. കമത്തിയിട്ട് സത്യം പറഞ്ഞാൽ കട്ട പിടിച്ചിരിക്കുകയാണ്. എൻ്റെ ഞാൻ കുറേ പെയിൻ്റൊക്കെ വാങ്ങിച്ചതായിരുന്നു. ഇപ്പോൾ അത് എവിടെയാണ് അടുക്കി പറക്കി എവിടെയൊക്കെയോ കൊണ്ട് ഞാൻ വെച്ചു. ഇപ്പോൾ അത് എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതിലോട്ട് ഇങ്ങനെ നമുക്ക് വെജിറ്റബിൾ പെയിൻറ്റിംഗ് ഒക്കെ വെച്ച് പൊട്ടറ്റോയിലൊക്കെ ആ ഒരു ഷേപ്പിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമ്മൾ കാർവ് ചെയ്തെടുത്ത് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് അത്രയുള്ള ക്ഷമയും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തതാണ്. അവരുടെ ആ ഒരു മറ്റേ പൂർണിമ ഇന്ദ്രജിത്തിന്റെ പ്രാണ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ, കുട്ടികളാണെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ കുറേ ഡിസൈൻസ് ഉണ്ട് ഇതുപോലത്തെ. നല്ല രസമാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. സിമ്പിൾ ആണെങ്കിലും ഭയങ്കര എലഗൻ ലുക്കാണ് അത് ഇട്ട് കഴിയുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന്, ഞാൻ അതുകൊണ്ടാണ് പഴയ സാരി എടുത്തത് കേട്ടോ. നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു റൗണ്ട് സംഭവം വരണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. ഇതാണ്ട് ഇതുപോലെ ഇതിങ്ങനെ അങ്ങ് കമത്തുവാണ് ഇനി ചെയ്യുന്നത്. അത്ര മാത്രമേ നമുക്ക് ചെയ്താൽ മതി ഇനി. അപ്പോൾ നമുക്ക് മുന്താണിയിൽ ഒരു ഡിസൈനും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ വേറെ പൂ പോലത്തെ പൊട്ട് പോലത്തെ ഒരു ഡിസൈനുമാണ് നമ്മൾ അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പടം ജസ്റ്റ് സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു മോഡലാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സാരിയുടെ ആ ഒരു ബാക്ക് വശം ഉണ്ടല്ലോ, മുന്താണി എന്ന് പറഞ്ഞ ഒരു പോർഷന്, ആ ഒരു പോർഷൻ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊട്ട് പോലെ ഇങ്ങനെ നമ്മൾ നേരത്തെ ചെയ്തില്ലായിരുന്നു, നമ്മുടെ അടപ്പ് വെച്ചിട്ടുള്ള ഒരു സംഭവം, അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് നമ്മളിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഭയങ്കര സിമ്പിൾ ഒരു ഡിസൈൻ ആട്ടോ. നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് വരണമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ പെയിൻ്റൊക്കെ ഏകദേശമൊക്കെ തീരാറായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പെയിൻറ്റ് ഇനി പഴയതെങ്ങാനും ഉണ്ടോ എന്ന് പറക്കാൻ വേണ്ടി വിട്ടേക്കാണ്, സെർച്ച് ചെയ്യാൻ വേണ്ടി വിട്ടേക്കാണ്. അപ്പോൾ അതാണ്ട്
കുറച്ചൊക്കെ ഇംപെർഫെക്ഷൻസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ, അപ്പം കുഴപ്പമില്ല. അപ്പം നമ്മുടെ ആ ഒരു സാരിയുടെ മുന്താണി പോർഷൻ ഏകദേശം കവർ ആയിട്ടുണ്ട്. സാരി താണ്ട് ഏകദേശം താണ്ട് നമ്മൾ മുന്താണി പോർഷൻ താണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പൂ പോലത്തെ ആ ഒരു സംഭവം ചെയ്യേണ്ട. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു വലിയൊരു അടപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞൊരു അടപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ അടപ്പ് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് അതിൽ നമ്മൾ പെയിന്റ് ഒഴിച്ച് പ്രസ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഓരോരോ പൊട്ട് പോലെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി ആ ഒരു പ്രോസസ്സാണ് നമ്മളിനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആട്ടോ ഇത്. അപ്പം നമ്മുടെ ആ ഒരു മുന്താണി പോർഷനാണ് അതാണ് ഇത്രയും നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിനി ബാക്കിയും കൂടെ നമ്മളിവിടെ എടുക്കുന്നത് അതാണ്ട് ഇതുപോലത്തെ ഒരു അടപ്പാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഫേസ് വാഷിൻ്റെ ഒരു ചെറിയൊരു അടപ്പുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് അടപ്പിൽ നമ്മൾ ഈ ഒരു പെയിന്റ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു സാരിയുടെ ആ ഒരു മെയിൻ ഡിസൈനാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ്ടേ, ഇത് കണ്ടോ, ആ ഒരു പൊട്ടിൻ്റെ ആ ഒരു ഡിസൈനാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഞാൻ ചെയ്ത് കുറച്ച് വൃത്തികേടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതും പിന്നെ കുഴപ്പമില്ല, പിന്നെ ചെയ്തത് പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്തത് കുറച്ച് വൃത്തികേടായി പോയായിരുന്നു. നിങ്ങൾക്ക് തുടയ്ക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ കിട്ടും. ഇനി നമ്മൾ ഇത്രയും കുറച്ച് പോർഷനൂടെ നമ്മളിനി വെച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമ്മൾ എപ്പോഴായിരുന്നു തുടങ്ങി? ഞാൻ ശരിക്കും പറഞ്ഞാൽ 10 മണി 11 മണിക്കാട്ടോ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം സമയം 5 മണിയായി. 5 മണി ആയപ്പോഴത്തേക്കും നമ്മുടെ വർക്ക് കഴിഞ്ഞു. നമ്മുടെ വർക്ക് കഴിഞ്ഞു. പിന്നെ കുറച്ച് ഭാഗമാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്തിട്ടില്ല. താണ്ടെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനിങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഒരു ഭാഗം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ബാക്കി എല്ലാ ഭാഗവും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അത് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോഴും അമ്മയും പറഞ്ഞു ചെയ്യേണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മളിങ്ങനെ സാരി ഉടുക്കുന്ന ആ ഒരു പോർഷനൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പം അത് അകത്ത് വരുന്ന പോർഷനാണ്. അപ്പം പുറത്ത് കാണുന്ന ആ ഒരു പോർഷൻസ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ചെയ്തപ്പോൾ എന്തോ ഒരു സമാധാനം സന്തോഷമാണെന്നറിയാം. നമ്മൾ സ്വന്തമായിട്ടൊരു സാരിയൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്യാന്ന് പറയുന്നത് എന്തൊരു സന്തോഷമാണെന്നറിയാം. അപ്പം ശരിക്കും എൻ്റെ ഡിസൈൻ അല്ല, ഇത് പ്രാണയിലെ പൂർണിമ ഇന്ദ്രജിത്തിന്റെ ഡിസൈനാണ്. ഞാൻ ജസ്റ്റ് DIY ആയിട്ട് ചെയ്തു എന്നുള്ളത്. എനിക്ക് അതുപോലെ കണ്ടിട്ട് നമുക്ക് എന്തായാലും അത്രയും വിലക്കൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പം ജസ്റ്റ് ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിൽ ഒരു ഇൻസ്പയർഡ് ഡിസൈനായിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇനി അത് കഴിഞ്ഞിട്ട് ഉടുത്തിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉടുക്കണമെന്നുള്ളത്. ഉടുത്തിട്ട് ഫോട്ടോ എടുക്കണം, കയ്യിലെല്ലാം പെയിൻ്റാണ്, ഉടുത്തിട്ട് ഫോട്ടോ എടുക്കണമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഈ ഫാൻ ഇട്ടിരിക്കുന്നതുകൊണ്ട് കംപ്ലീറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി 5 മണിയായി. ഇനി 5 മണി കഴിഞ്ഞിട്ട് ഇനി ഒരു 6 മണിയൊക്കെ 6 മണി 6:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര സ്പീഡാട്ടോ. അങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര സ്പീഡാണ്. അപ്പോൾ അതാണ് നമ്മുടെ സാരി. ശരിക്കും ഇത് എനിക്ക് വിശ്വാസം തോന്നിയത് ഞാൻ തന്നെയാണോ ചെയ്തതെന്നുള്ളത്. കാരണം എനിക്ക് രാവിലെ ഇങ്ങനെ തോന്നി, എനിക്ക് കുപ്പിയുടെ അടപ്പ് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ തോന്നി, അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാട്ടോ. അല്ല, ഞാൻ ഇന്നലെ വരെയും വെജിറ്റബിൾ പെയിന്റിംഗ് ആയിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആ കുപ്പിയുടെ അടപ്പ് കണ്ടപ്പോൾ ഇതും റൗണ്ട് ഷേപ്പ്, അപ്പോൾ ഇത് വലിയ പണിയൊന്നും ഇല്ലല്ലോ, നമുക്ക് കാർവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സമാധാനം സന്തോഷം കേട്ടോ. ശരിക്കും നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിൽ ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സമാധാനം സന്തോഷമല്ലേ, അതുപോലെയാണ്. അപ്പോൾ എനിക്ക് ഈ സംഭവം ഇടണം. അപ്പോൾ ഇതിൻ്റെ അമ്മച്ചിയുടെ സാരിയാണ്, അമ്മച്ചിയുടെ പഴയ സാരിയാണ്. അപ്പോൾ ആ സാരി ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന്, അപ്പോൾ ഇതവിടെ പഴയതായിട്ട് ഇരിക്കുമായിരുന്നു, ജസ്റ്റ് ഒന്ന് റിക്രിയേറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു ഡിസൈൻ ജസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്കിനി ഷൂട്ടിങ്ങിലേക്ക് പോകാം. ഷൂട്ടിംഗ് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ തന്നെയാണ് എൻ്റെ ഫോട്ടോ എടുക്കുന്നത്, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടുത്തൊന്ന് കാണാം. അപ്പം നിങ്ങൾ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ തീർച്ചയായിട്ടും ഈ ഒരു പ്രാണയുടെ ഡിസൈൻ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ആ ഒരു സാരിയൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പൊട്ട് സാരി. താണ്ടേ, കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ ചെയ്ത വർക്ക് ഞാൻ അമ്മയും കാണിച്ചായിരുന്നു, അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടമായി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പഴയ സാരിയിൽ ഒരു DIY ഒരു ഡിസൈൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ വരെ ബൈ.